ഹായ് മൈ ഡിയേഴ്സ്, കുറേ നാളായി ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇന്നാണ് അതിനുള്ള സാഹചര്യം ഒത്തുകിട്ടിയത്. എൻ്റെ ഒരു ഫ്രണ്ട് ഒരു സൈബർ തട്ടിപ്പിനിടയായൊരു സ്റ്റോറിയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പം ഞാനടക്കം നമ്മളെല്ലാവരും ഒരുപാട് യൂട്യൂബ് ചാനൽസൊക്കെ കാണുന്നതാണ്. പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെയൊരു ഇങ്ങനൊരു സംഭവം നടന്നത് ഞാൻ കേട്ടിട്ടില്ലായിരുന്നു. നമ്മളെല്ലാവരും ഓൺലൈൻ OTP പറഞ്ഞു കൊടുത്ത് അങ്ങനത്തെ തട്ടിപ്പ് കേട്ടിട്ടുണ്ട്, അതുപോലെ വിർച്വൽ അറസ്റ്റ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഞാനും കേട്ടിട്ടില്ല, അവളും കേട്ടിട്ടില്ലായിരുന്നു ഇതുവരെ. അപ്പോൾ ഒരു ഏകദേശം 3-4 മാസങ്ങൾക്ക് മുമ്പ് അവൾക്ക് അവളൊരു പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആൾക്ക് ഫേസ്ബുക്കിലേക്ക് ഒരു മെസ്സേജ് വന്നു, ഇങ്ങനെ നിങ്ങളുടെ മോന് കുറച്ച് ഡ്രസ്സ് അയച്ചു തരാം, നിങ്ങളത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ട് ഫോട്ടോ അയച്ചു കൊടുക്കുക. ആ നല്ല ഫോട്ടോ മാക്സ് അതുപോലെയുള്ള ഫേമസ് ആയിട്ടുള്ള ഷോപ്പിൻ്റെയൊക്കെ ആഡിന് വേണ്ടിയിട്ടാണ്. അപ്പം ഞങ്ങൾ സെലക്ട് ചെയ്യുന്ന ഫോട്ടോയ്ക്ക് നിങ്ങൾക്ക് ഒരു പേയ്മെൻറ്റ് കിട്ടുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ അവിടെ കുറേ പേരൻസ് ഇതുപോലെയുള്ളതുണ്ട്, അപ്പം നിങ്ങൾക്ക് അവരുടെ കൂടെ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ആൾ ആ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തു. അപ്പോൾ ടെലിഗ്രാം ചാനലിൽ ഒരു അർച്ചന എന്ന് പറയുന്ന ഒരു ലേഡിയാണ് ഇതിൻ്റെ അഡ്മിന്. ആൾ ആ ടെലിഗ്രാം ചാനലിൽ 2 ദിവസമൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ അതിലിങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കും, ഒരു ടാസ്ക് വരുന്നു, ടാസ്ക് ചെയ്തു, പ്രോഫിറ്റ് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് എപ്പോഴും ഇതിൽ മെസ്സേജ് വരും. 1-2 ദിവസമൊക്കെ ഇവളിങ്ങനെ കണ്ടു കഴിഞ്ഞിട്ട് അവളോട് ചോദിച്ചു, ആ ലേഡിയോട് ചോദിച്ചു എന്താണിത്. അപ്പോൾ അവർ പറഞ്ഞു, നമ്മളെ രാവിലെ 7 മണി മുതൽ വൈകുന്നേരം രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ നമ്മളൊരു ടാസ്ക് ഇടും. ആ ഓരോ ടാസ്കും ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് കിട്ടും. അപ്പോൾ ഇവൾ വിചാരിച്ചു, എന്നാൽ പിന്നെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓരോ മണിക്കൂർ ഇടവിട്ടുകൊണ്ട് ഈ ഗ്രൂപ്പിലേക്ക് ഒരു മെസ്സേജ് വരുന്നു. ഏതെങ്കിലും ഒരു ഫേസ്ബുക്കിലെ ഒരു ഡ്രസ്സിൻ്റെ ഒരു കോസ്റ്റ്യൂമിൻ്റെ പേജിൻ്റെ ഒരു മെസ്സേജ്, ഒരു സ്ക്രീൻഷോട്ട് വരുന്നു, ഒരു ലിങ്ക് വരുന്നു. ആ ലിങ്കിൽ കയറി നമ്മൾ ആ പേജ് ലൈക്ക് ചെയ്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഈ ഗ്രൂപ്പിലേക്ക് വിടുവാണ്. അങ്ങനെ ഒരു പേജ് ലൈക്ക് ചെയ്ത് വിടുമ്പോൾ 100 റുപ്പീസ്, അങ്ങനെ 3 എണ്ണം ഒന്നിച്ച് ലൈക്ക് ചെയ്ത് കഴിയുമ്പോൾ 300 റുപ്പീസ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. അങ്ങനെ അവൾ 1-2 ദിവസം ഈ ടാസ്ക് ചെയ്തു. അപ്പം വലിയ കുഴപ്പമില്ല, ഫ്രീ ടൈമിലൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവൾക്ക് വലിയ കുഴപ്പമില്ലാതെ ഒരു 500-600 റുപ്പീസ് ദിവസം കിട്ടി. അപ്പോൾ അത് കഴിഞ്ഞപ്പം ഇങ്ങനെ ചിലർ വലിയൊരു ടാസ്ക് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് ക്രെഡിറ്റ് ആയി എന്നൊക്കെ പറഞ്ഞ മെസ്സേജൊക്കെ വിടുന്നു. അപ്പോൾ ഇവിടെ അവരോട് ചോദിച്ചു ഇതെന്താണ്. അപ്പോൾ അവർ പറഞ്ഞു, ഒരു ദിവസത്തോടെ കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യും, നിങ്ങൾക്കും അങ്ങനത്തെ ടാസ്ക് വരും, അത് മെയിനായിട്ടുള്ള ടാസ്ക്കാണ് എന്ന് പറഞ്ഞു. അങ്ങനെ 2-ാമത്തെ ദിവസമൊക്കെ അങ്ങനെ ആ വലിയ ടാസ്ക് വന്നപ്പോൾ ഈ അർച്ചന പറഞ്ഞു, നിങ്ങൾ ടാസ്ക് ജോയിൻ ചെയ്യാൻ പറയണു. അവളുടെ ടാസ്കിൽ അപ്പം ആ ടാസ്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നു. അതിലേക്ക് കയറി ടാസ്ക് ജോയിൻ ചെയ്യുമ്പം ആദ്യം പറയാം, നിങ്ങൾ 1000 ഈ ടാസ്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ 1000 റുപ്പീസ് ഇടണം. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ തിരിച്ച് 1000-ന് പ്രോഫിറ്റ് ആയിട്ട് 2000-ഓ 3000-ഓ മറ്റേ നിങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ എന്തായാലും ഇതിന് മുമ്പ് ഈ ഗ്രൂപ്പിൽ കാണുവാണ്, നമുക്ക് ഇട്ടു പ്രോഫിറ്റ് അതിൻ്റെ ആയിട്ട് കിട്ടിയെന്ന് കാണുവാണ്. അപ്പോൾ അവളും അത് വിശ്വസിക്കുന്നു. അവൾ അങ്ങോട്ട് 1000 റുപ്പീസ് ഇട്ടാൽ സ്റ്റാർട്ട് ചെയ്യണു. അതിലിങ്ങനെ എന്തോ ഡ്രസ്സിലായി ബൾക്കായിട്ട് വാങ്ങുന്നതായിട്ടാണ് കാണിക്കുന്നത്, ഏതോ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് അങ്ങനെ കാണിക്കുന്നു. ആ 1000-ൻ്റെ അത് കഴിഞ്ഞ ഉടനെ അവളോട് പറയണം, ഇത് 3 ടാസ്ക് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ പ്രോഫിറ്റ് ഒന്നിച്ച് കിട്ടത്തുള്ളൂ. രണ്ടാമത് നിങ്ങൾ 3000 റുപ്പീസാണ് ഇടേണ്ടത്. ഓക്കെ, 3000 എങ്കിൽ 3000. അപ്പോൾ ഇത് ജെന്യൂൻ ആണെന്നുള്ള വിശ്വാസത്തിൽ അവൾ 3000 റുപ്പീസ് ഇടുന്നു. അത് ചെയ്യുന്നു. അത് കംപ്ലീറ്റ് ചെയ്ത ഉടനെ 3-ാമത്തെയും കൂടി കഴിഞ്ഞാലാണ് ഫുൾ എമൗണ്ട് കിട്ടുള്ളൂ. 3-ാമതൊരു ടാസ്ക് കൂടെ 4000. എന്തായാലും ഇതെല്ലാം വിശ്വസിച്ച് 4000 ഇടുന്നു. ഇതെല്ലാം കൂടെ കിട്ടി. അപ്പം 1000, 3000, 4000 ഈ എമൗണ്ട് എല്ലാം കൂടെ അവൾ ഇടുന്നു. പക്ഷെ അതിൽ നിന്നും കുറച്ചുകൂടെ എമൗണ്ട് ഈ 3-ഉം അതിൻ്റെ പ്ലസ് അതിൻ്റെ പ്രോഫിറ്റ് അടക്കം ഇവക്ക് തിരിച്ചു കിട്ടി. അപ്പോൾ ഇവക്ക് നല്ല കുഴപ്പമില്ലല്ലോ, എത്രയോ എമൗണ്ട് അവൾക്ക് കൂടുതൽ കിട്ടി. അങ്ങനെ അവൾ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നു. തിരിച്ച് ഇതേപോലെ തന്നെ പിറ്റേ ദിവസം മുതൽ 100 റുപ്പീസ് ലൈക്ക് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ ഇവളിങ്ങനെ വിചാരിച്ചു, ഫ്രണ്ട്സിനോടൊക്കെ പറയാം, അപ്പം എല്ലാവർക്കും ഇതൊരു നല്ല കാര്യമാണ്, ഫ്രീ ടൈമിൽ ചെയ്താൽ മതി, വേണേൽ റിസൈൻ ചെയ്ത് നമ്മൾ ഫുൾ ടൈം ഇതിലിരുന്ന് ചെയ്താലും നല്ലൊരു എമൗണ്ട് വെറുതെ വീട്ടിലിരുന്ന് ഉണ്ടാക്കാം, ഇതൊരു നല്ല കാര്യമാണല്ലോ എന്നൊക്കെ വിചാരിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ 2-ാമത്തെ ദിവസം അത് അങ്ങനെയൊക്കെ ഇവൾ വിചാരിച്ചു. പിന്നെ വലിയ ടാസ്കിലേക്കൊന്നും പോയില്ല. 1-2 ദിവസം ഈ 100 റുപ്പീസ് ലൈക്ക് ചെയ്യുന്ന ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ അർച്ചന എന്ന് പറഞ്ഞ ലേഡി പറഞ്ഞു, നിങ്ങൾ കുറേ ദിവസമായില്ലേ നിങ്ങളെ മെയിൻ ടാസ്ക് ചെയ്ത്, അപ്പം നാളത്തെ ടാസ്ക് നിങ്ങളും കൂടെ ചെയ്തോണം. അപ്പം അവൾ ഓക്കെ, അപ്പം അങ്ങനെ പറഞ്ഞെങ്കിൽ ഇവൾ ചെയ്തില്ല. പിന്നെ അവർ പറഞ്ഞു, ഇത് ചെയ്യാൻ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, നിങ്ങൾ ടാസ്ക് ചെയ്യണം എന്നവർ നിർബന്ധിച്ചു. അപ്പോൾ അവൾ വിചാരിച്ചു ഓക്കെ. അപ്പോൾ അവൾ പ്രത്യേകം പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വലിയ എമൗണ്ടുകൾ ഇടാൻ പറഞ്ഞാൽ എനിക്ക് ഇന്ന് അക്കൗണ്ടിൽ ക്യാഷ് ഇല്ല, ഇല്ല അങ്ങനെ വരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇവളോട് ഇന്ന സ്ഥലത്തേക്ക് ജോയിൻ ചെയ്യാൻ പറയണു. ഇവളുടെ ടാസ്കിന് വേണ്ടി ജോയിൻ ചെയ്യുന്നു. ആദ്യം പറഞ്ഞിരുന്ന എമൗണ്ട് 9000 ആണ്. അപ്പോൾ ഇവളുടെ കയ്യിൽ 10,000 മറ്റേ ഉള്ളൂ. ഇവൾ എന്ത് ചെയ്തു, 9000 ഇട്ട് ആദ്യത്തേതിൽ ചേരുന്നു. ആദ്യത്തെ ചെയ്ത ഉടനെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ പറയുവാണ്, നിങ്ങൾ അടുത്തതും കൂടെ ചെയ്യണം,
അപ്പോൾ ഇവളെ മറ്റേ അർച്ചനോട് പറഞ്ഞു ദൈവമേ എൻ്റെ ക്യാഷ് ഇല്ല. അപ്പോൾ അവൾ പറഞ്ഞു എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിടും മാം, നിങ്ങൾക്ക് തിരിച്ചു കിട്ടും, ഇപ്പം തന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമല്ലോ. അവൾ അങ്ങനെ രണ്ടാമത്തെ ടാസ്ക് കൂടെ ചെയ്യുന്നു. 9,000 ടാസ്കിൽ കയറുന്നു. 9,000 കഴിഞ്ഞുകൊണ്ട് പറഞ്ഞു അടുത്ത ടാസ്ക്. അപ്പം അവൾ വിചാരിച്ചു ഓക്കെ ഇനി അതും കൂടെ എങ്ങനെയെങ്കിലും എന്താ നോക്കാം. രണ്ടാമത്തെ ടാസ്ക് ഇത് അവർ പറയുന്നത് 30,000 ആണ്. അപ്പോൾ അവൾക്കില്ല. ഉടനെ 2-3 ഫ്രണ്ട്സിനോടൊക്കെ മറിച്ച് പെട്ടെന്ന് 30 ഇതെന്തായാലും തിരിച്ചു കിട്ടുമ്പോൾ ഉടനെ കൊടുക്കാമല്ലോ, എന്തായാലും നമുക്ക് പ്രോഫിറ്റ് കിട്ടുവാണ്. ഇതുവരെയുള്ള അനുഭവവും ഈ ഗ്രൂപ്പിലെ മെസ്സേജുകളും അനുസരിച്ച് നമുക്ക് പ്രോഫിറ്റ് കിട്ടുവാണ്. ആളങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ 30,000 ഉണ്ടാക്കുന്നു. ആ രണ്ടാമത്തത് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അവർ പറയുന്നു മൂന്നാമത്തെ ടാസ്ക് കൂടെ ഉണ്ട്, അതുകൂടെ ചെയ്താൽ മാത്രം നിങ്ങൾക്ക് ഈ ഫുൾ എമൗണ്ട് കിട്ടുള്ളൂ എന്ന്. ദൈവമേ, അപ്പോൾ 30,000 പോയി, 9,000 പോയി. അപ്പോൾ ഇനി ഇതിപ്പോൾ എന്ത് ചെയ്യാം, മൂന്നാമത്തേലും കൂടെ കയറാം. അപ്പം ഉടനെ ഇവർ പറയും മൂന്നാമതൊരു ഗ്രൂപ്പ് ടാസ്ക് ആണ്, നിങ്ങൾ ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അവളൊരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നു. ആ ഗ്രൂപ്പിൽ വേറെ 5 ലേഡീസ് ഉണ്ട്, പക്ഷേ അതൊക്കെ നോർത്ത് ഇന്ത്യൻ നെയിമാന്ന് പറഞ്ഞു. 5 പേരും കൂടെ ഉണ്ട്. ആ മൂന്നാമത്തെ ടാസ്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ബൾക്കായിട്ട് ഡ്രസ്സ് വാങ്ങുന്നു, അങ്ങനെ എന്തോ കാണിച്ച് അവസാനം നിങ്ങൾ തിരിച്ചു പോകുന്നു. അതിൻ്റെ സ്ക്രീൻഷോട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് ക്ലാഷ് ഉടനെ ക്രെഡിറ്റ് ആയിക്കൊണ്ടിരുന്നത് ഇതിനു മുമ്പ്. അങ്ങനെ മൂന്നാമത്തെ ടാസ്കിന് വെയിറ്റ് ചെയ്യുമ്പോൾ മൂന്നാമത്തെ ടാസ്ക് പറയുന്നത് പിന്നെ 1.5 ലക്ഷം രൂപയാണ് അതിന് ആ ടാസ്ക് വേണ്ടി നമ്മൾ ഇടണം. അപ്പം ഓരോ UPI ലിങ്ക് അയച്ചു കൊടുക്കുന്നത്, ആ ലിങ്കിനാണ് നമ്മൾ ഈ ക്യാഷ് ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ മൂന്നാമത്തെ ടാസ്കിന് വേണ്ടി 1.5 ലക്ഷം രൂപയ്ക്ക് വേണ്ടി UPI ലിങ്ക് കൊടുക്കുന്നു. അപ്പോഴേ ഇവള് ഗ്രൂപ്പിൽ മെസ്സേജ് കൂടെ അയ്യോ എനിക്ക് ക്യാഷ് ഇല്ല എന്ന് പറഞ്ഞ് ഇവളിങ്ങനെ മെസ്സേജ് വിട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ അവരത് മൈൻഡ് ചെയ്യുന്നില്ല. അതിലുള്ള ബാക്കിയുള്ള ലേഡീസൊക്കെ പെട്ടെന്ന് തന്നെ അവർ ക്യാഷ് ഇട്ടു, അയ്യോ ഞാൻ ഇടുന്നു എനിക്ക് കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞ് അതിലുള്ള 5 പേരും ക്യാഷ് ഇടുന്നു, ബാക്കിയൊക്കെ കാണിക്കുന്നു. ഇവൾ മാത്രം ഈ അർച്ചനയുടെ അടുത്ത് പോയിട്ടും ഇതിലൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കും, അയ്യോ എനിക്ക് ക്യാഷ് ഇല്ല, എനിക്ക് 1.5 ലക്ഷം ഇല്ല, മതി ഞാൻ നിർത്തി, എനിക്കുള്ളത് 39,000 തരൂ എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടും അവർക്ക് സിസ്റ്റം ജനറേറ്റ് ചെയ്യണ ഫുൾ ഇത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ എന്ന് പറയുന്നു. അവൾക്കത് പറ്റിയില്ല. ബാക്കിയുള്ളവരൊക്കെ ഈ 1.5 ലക്ഷം ഇട്ടുവെന്നും എനിക്ക് കിട്ടിയെന്നൊക്കെ പറഞ്ഞുള്ള സ്ക്രീൻഷോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നു. അങ്ങനെ ഇവള് പേടിച്ച് അകപ്പാടെ വിഷമിക്കുന്നു. അതിൽ നിന്നും പോയതിന് ശേഷമാണ് ഇവൾ ആരോടും ഇത് പറഞ്ഞിട്ടില്ലായിരുന്നു ഇങ്ങനെ ഒരു സംഭവം. അന്ന് ഇവൾ ഹസ്ബൻഡിനോടും ബാക്കിയുള്ള എല്ലാവരോടും പറഞ്ഞു. അങ്ങനെയാണ് നമ്മളൊക്കെ ഇതറിയണം. അപ്പോഴാണ് മനസ്സിലായത് ഇവർ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കളിയായിരുന്നു. കാരണം ഇവർ ജെന്യൂൻ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ ടാസ്ക് ഒക്കെ എടുക്കുന്നു. ഇതെല്ലാം ആക്കി കഴിയുമ്പോൾ നമുക്ക് അവരോട് ഭയങ്കര ഒരു വിശ്വാസമാവുകയാണ്. കൂടെ നമ്മുടെ കൂടെ ഇത്രയും എമൗണ്ട് ഉള്ളതുകൊണ്ടായിരിക്കും ഇവരുടെ ആൾക്കാർ തന്നെയായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും 1.5 ലക്ഷം മാറ്റി ഇട്ടിട്ട് ഇത് കളിച്ചത്. അങ്ങനെ ഇവരൊക്കെ കണ്ടു, ഇതെല്ലാം ആക്കി ഇവക ക്യാഷിൽ. അപ്പോൾ ഈ 5 ലേഡീസും ഇവളോടൊന്നും സംസാരിക്കുന്നില്ല. അവരവരുടെ കാര്യം ആക്കും, ഞങ്ങൾ ഇട്ടു ഞങ്ങൾക്ക് കിട്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമോ. അത് കഴിഞ്ഞപ്പോഴാണ് ഇത് വലിയൊരു തട്ടിപ്പായിരുന്നെന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ സൈബർ സെല്ലൊക്കെ കംപ്ലയിൻറ്റ് ചെയ്തു. പക്ഷെ അത് ഇതുവരെ ആക്ഷനൊന്നും ഉണ്ടായുള്ള കംപ്ലയിൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ എൻ്റെ ഒരു കസിനോട് പറഞ്ഞപ്പോൾ അവളുടെ ഒരു ഫ്രണ്ട് ഇതേപോലെ തന്നെ അവൾക്ക് ഫുഡ് എന്തോ ക്യുസീനുകൾ ഫോട്ടോ തന്നിട്ട് അത് ലൈക്ക് ചെയ്ത് എങ്ങനെയായിരുന്നു ആ പുള്ളിക്കാരിക്ക് 2 ലക്ഷം രൂപ ഇതേപോലെ പുള്ളിക്കാരി എന്തോ ലോൺ ഹൗസിംഗ് ലോണിന് വേണ്ടിയിട്ട് വീട് പണിയാൻ വേണ്ടി ഹൗസിംഗ് ലോൺ എടുത്ത എമൗണ്ടിൽ നിന്ന് 2 ലക്ഷം രൂപ പുള്ളിക്കാരി ഇതേപോലെ ടാസ്ക് കളിച്ച് പോയി, അത് തിരിച്ചു കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത്. അപ്പം ഒരുപാട് വീട്ടമ്മമാരെ വീട്ടിലിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ തട്ടിപ്പുകൾക്ക് ഇരയാവുന്നുണ്ട്. പലരും പേടിച്ചിട്ടും നാണമായിട്ടൊന്നും ഇത് പുറത്ത് പറയുന്നില്ല. പക്ഷേ ഇത് മറ്റുള്ളവർ അറിഞ്ഞാൽ മാത്രമേ ഇനിയെങ്കിലും ഇങ്ങനെ ഒരു തട്ടിപ്പിന് ആരും ഇരയാകാതിരിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും സൂക്ഷിക്കുക. നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ഇട്ടിട്ടുള്ള ഒരു കളികളും വേണ്ട. കാരണം നമ്മളെ ചെറിയ ചെറിയ എമൗണ്ടിൽ കൂടെ നമ്മുടെ വിശ്വസ്തത നേടിയെടുത്തതിന് ശേഷമായിരിക്കും ഇതുപോലെ വലിയ എമൗണ്ട് തട്ടിക്കുന്നത്. അപ്പം പോയി ഇനിയിപ്പം അടുത്തതിലേക്ക് കളിക്കാനും അതിനുള്ളൊന്നും അവൾ പോയില്ല. അവൾ ബ്ലോക്ക് ചെയ്യുകയോ ഇതെല്ലാം ചെയ്തു, കംപ്ലൈൻറ്റ് കൊടുത്തു. പക്ഷേ അതിനോട് ആരും ആക്ഷനൊന്നും ഇതുവരെ ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. ചെയ്യുമായിരിക്കാം, പക്ഷെ ഒന്നും അറിയത്തില്ല. എന്തായാലും കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അറിയാവുന്നവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇനി ഇതുപോലെയുള്ള ചെറിയ ചെറിയ ക്രൈമിന് നോർത്ത് ഇന്ത്യൻസ് ആണ് കേട്ടോ മുഴുവൻ ഇതിലുള്ളവർ, മലയാളീസ് അല്ല. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെയുള്ള ക്രൈമിന് ഇതുപോലെയൊക്കെയുള്ള ഫ്രോഡ് ഇതിനൊന്നും നമ്മൾ ആരും ചെന്ന് വീഴാതിരിക്കുക. നമ്മൾ കെയർഫുള്ളായിരിക്കുക. അതുപോലെ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ഇട്ടിട്ടുള്ള ഒരു കളികളും വേണ്ട നമ്മൾ. അപ്പം എല്ലാവരും നിങ്ങൾ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇതുപോലുള്ള തട്ടിപ്പിന് ആരും ഇരയാകരുത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, ടേക്ക് കെയർ.